യാത്രാ ദുരിതം രൂക്ഷം. അധികാരികൾ ഇടപെടൽ നടത്തണമെന്ന് CARUA and MDC. യാത്രക്കാരുടെ അവകാശ സംരക്ഷണത്തിന് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണം. മുൻകാലങ്ങളില്ലാത്ത യാത്രാവകാശ ലംഘനവും അമിത നിരക്കും സമയനഷ്ടവുമാണ് നിരന്തരം കേരളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാർ വർഷങ്ങളായി അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓണാവധി കാലത്ത് മുൻകാലങ്ങളിലില്ലാത്ത രൂക്ഷ കഷ്ടനഷ്ടങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി യഥാസമയം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷനും മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കും നിവേദനം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും കേരള മുഖ്യമന്ത്രിയുടെയും ഓഫീസുകൾ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അതിൻ്റെ ഗുണമൊന്നും വിമാന തീവണ്ടി ബസ് യാത്രക്കാർക്ക് ലഭിച്ചില്ല. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ഉത്രാട ഓണനാളുകളിൽ പ്രത്യേക തീവണ്ടികൾ കാലിയായി സർവീസ് നടത്തി യാത്രക്കാരെ കബളിപ്പിക്കുകയായിരുന്നു. അതിനു പുറമെ അമിത നിരക്ക് നൽകി വിമാന തീവണ്ടി ബസ് ടിക്കറ്റ് എടുത്തവരെ സർവീസ് മുന്നറിയിപ്പില്ലാതെ വൈകിപ്പിച്ചും റദ്ദു ചെയ്തും യാത്രക്കാരെ പെരുവഴിയിലാക്കി. ഡൽഹി കൊച്ചി വിമാനം 12 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. ബാംഗ്ലൂരിൽ നിന്നും നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ട 2 ബസ്സുകൾ പെർമിറ്റോ രേഖകളോ ഇല്ലാത്തതിനാൽ തമിഴ്നാട് അതിർത്തിയിൽ ഇറക്കി വിട്ടു. ഈ ക്രൂരതയ്ക്കെതിരെ ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ യാത്രാ അവകാശ ലംഘനത്തിനും അമിത നിരക്കിനും അടുത്ത സീസണു മുമ്പായി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ CE ചാക്കുണ്ണി, കൺവീനർ സൺഷൈൻ ഷൊർണൂർ, മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറി PI അജയൻ, ഗജാൻജി MV കുഞ്ഞാമു എന്നിവർ അധികാരികളോട് ആവശ്യപ്പെട്ടു. മടക്കയാത്ര സൗകര്യം നൽകണമെന്നും ആവശ്യമുന്നയിച്ചും വരുമാനം വർദ്ധിപ്പിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യവും സുരക്ഷയും നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. സമാന സംഘടനകളുടെ സംയുക്ത യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിച്ചു. യാത്രക്കാർക്കുണ്ടായ കർശന നഷ്ടങ്ങളും നിർദ്ദേശങ്ങളും ചുരുങ്ങിയ വാക്കുകളിൽ അസോസിയേഷൻ അറിയിക്കുവാൻ അവർ അഭ്യർത്ഥിച്ചു. ആഘോഷ അവധിവേളകളിൽ വൻ തിരക്കും അമിത വിമാന തീവണ്ടി ബസ് നിരക്കുകൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് വളരെ നേരത്തെ തന്നെ ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് റെയിൽവേ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ KSRTCക്കും DGCക്കെല്ലാം മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ സംയുക്തമായി നിവേദനം അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും വേണ്ടമായ നടപടിയെടുക്കുകയും മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം റെയിൽവേ ചുമതല വഹിക്കുന്ന V. അബ്ദുറഹ്മാൻ മിനിസ്റ്റർ യോഗം വിളിക്കുകയും റെയിൽവേ ഉദ്യോഗസ്ഥരെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് സെക്രട്ടറി നേരിട്ട് ഫോൺ വഴി നമ്മുടെ യാത്രാ ക്ലാസുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ബലത്തിൽ കണ്ടില്ല. മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത അമിത നിരക്കും അഭൂതപൂർവമായ തിരക്കുമാണ് ട്രെയിനുകളിൽ ബസ്സിനായാലും എല്ലാം അനുഭവപ്പെടുന്നത്. എന്നിട്ടും ഈ അമിത നിരക്ക് കൊടുത്ത് ഓണത്തിന് നാട്ടിലെത്താൻ വേണ്ടി പുറപ്പെട്ട വിദേശത്തിലെയും സ്വദേശിലെ വിമാന കമ്പനികൾ മുൻകൂട്ടി അറിയിക്കാതെ റദ്ദു ചെയ്യുകയും അനിശ്ചയമായി വൈകിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തീവണ്ടി സ്പെഷ്യൽ ട്രെയിനുകളെ അന്വേഷിച്ച് തലേ ദിവസം അറിയിപ്പ് കൊടുത്തത്. അതിനു മുമ്പ് തന്നെ വലിയ നിരക്ക് നൽകി യാത്രക്കാർ ബുക്ക് ചെയ്തു. പലരും യാത്ര ഉപേക്ഷിച്ചു. ഇതിനൊരു അടിയന്തര പരിഹാരം അടുത്ത സീസണിലെങ്കിലും കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ അടിസ്ഥാന പല ദേശങ്ങളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിട്ട് കപ്പൽ സർവീസൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രയും വേഗം നടപ്പാക്കിയെങ്കിൽ മാത്രമേ യാത്രക്കാർക്ക് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടുള്ളൂ. മാത്രമല്ല, ഇതിനെ ഒരു അന്വേഷണ കമ്മിറ്റി പറ്റി അന്വേഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വരുമാനത്തിൻ്റെ കണക്കുകൾ കഴിച്ച് പ്രസിദ്ധീകരിച്ചാൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് വലിയ വരുമാനമാണ് കൊടുക്കുന്നത്. ഇതിന് പിന്നിൽ വല്ല ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം യാത്രക്കാർക്ക് ഇടയിലുണ്ട്. അടുത്ത സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് പരിഹാരം കാണാനുള്ള ഉചിതമായ നടപടികൾ എടുക്കണമെന്നാണ് യാത്രാ സംഘടനകളുടെ മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിനും അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേസ് അസോസിയേഷനും അഭ്യർത്ഥിക്കാനുള്ള വിപുലമായ യോഗം ചേർന്ന് അടുത്ത സീസണിലെങ്കിലും ഒരു ആശ്വാസം ലഭിക്കാനുള്ള
നടപടികൾക്കായി അധികാരികളെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.